2026 ഓഗസ്റ്റ് 5 സിറാജ് എഡിറ്റോറിയൽ. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിലെ ഇരുട്ടടി. പാർലമെന്റ് പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല് രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ അമിത് ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു ചർച്ചയും നടക്കാതെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന സുപ്രധാന നിയമം ലോക്സഭ ശബ്ദ വോട്ടോടെ ചുട്ടെടുത്തത്. 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ കൂടുതൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല്. ജനന മരണ രജിസ്ട്രേഷനുകൾ 2 വർഷത്തിൽ കൂടുതലാണെങ്കിൽ രജിസ്ട്രേഷന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ JMFC ഉത്തരവ് ആവശ്യമാണെന്ന നിബന്ധന വെക്കുന്നതാണ് ബില്ല്. നിലവിലെ നിയമപ്രകാരം ഒരു ജനനമോ മരണമോ സംഭവിച്ച് 1 വർഷത്തിനു ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ്, അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരിൽ നിന്ന് ഉത്തരവ് ലഭിച്ചതിനു ശേഷം രജിസ്റ്റർ ചെയ്യാമെന്നാണ്. വിശദാംശങ്ങൾ പരിശോധിച്ച് നിശ്ചിത ഫീസ് അടച്ചതിനു ശേഷമാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. പുതിയ ബില്ലിൽ 2 വർഷത്തിൽ കൂടുതലുള്ള ജനന മരണ രജിസ്ട്രേഷനുകൾക്ക് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടി ആവശ്യമായി വരും. ബില്ല് രാജ്യസഭയും പാസാക്കിയതിനാൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമമായി മാറും. വലിയൊരു ശതമാനം ജനങ്ങൾ ഇപ്പോഴും ദരിദ്രരും നിരക്ഷരരുമായി കഴിയുന്ന രാജ്യത്ത് ഇത്തരമൊരു പരിഷ്കരണം വലിയ പ്രതിസന്ധി വിളിച്ചുവരുത്തും. ജനന മരണ രജിസ്ട്രേഷനിലെ കാലതാമസത്തിലെ തീരുമാനങ്ങൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകളിലേക്ക് മാറ്റുന്നത് പ്രക്രിയയെ കൂടുതൽ നിഷ്പക്ഷമാക്കുകയും രാഷ്ട്രീയ പക്ഷപാതപരമായ ആരോപണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. കോടതികൾ വഴിയുള്ള തീരുമാനത്തിൽ പക്ഷപാതിത്വം കുറയുമെന്നതും നിഷ്പക്ഷമാകുമെന്നതും ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ കോടതി നടപടിക്രമങ്ങൾ സാധാരണയായി മന്ദഗതിയിലുള്ളതും കൂടുതൽ ചെലവേറിയതുമായതിനാൽ ദരിദ്രരോ പിന്നാക്കം നിൽക്കുന്നവരോ ആയ ആളുകൾക്ക് ഇത്തരം രജിസ്ട്രേഷനുകൾ ലഭ്യമാകുന്നത് ബുദ്ധിമുട്ടായി തീരും. ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് നിലവിലെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ടെന്നിരിക്കെ കോടതി വഴി നിഷ്പക്ഷ തീരുമാനമുണ്ടാകുമെന്ന സർക്കാർ വാദം അംഗീകരിക്കാനാകുന്നതല്ല. വ്യാജ രജിസ്ട്രേഷനുകൾ തടയുന്നതിനാണ് 2 വർഷത്തിൽ കൂടുതൽ കാലതാമസമുള്ള ജനന മരണ രജിസ്ട്രേഷനുകൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് ബില്ലിനെ ന്യായീകരിക്കുന്നവരുടെ മറ്റൊരു വാദം. എന്നാൽ രജിസ്ട്രേഷൻ വൈകിയതിന് ആവശ്യമായ കാരണങ്ങൾ ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഭേദഗതിയിലൂടെ ചെയ്യേണ്ടിയിരുന്നത്. കോടതികളിലേക്ക് എത്തിക്കുന്നതിനു പകരം രജിസ്ട്രേഷൻ വൈകിയതിനുള്ള കാരണങ്ങൾ രജിസ്ട്രേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്താൻ അപേക്ഷകനോട് ആവശ്യപ്പെടുന്ന ഭേദഗതികൾ സർക്കാരിന് നിർദ്ദേശിക്കാമായിരുന്നു. തുടർന്ന് അപേക്ഷ നിരസിക്കപ്പെടുന്ന പക്ഷം അപേക്ഷകന് കോടതിയെ സമീപിക്കാനുള്ള അവസരവും നൽകാമായിരുന്നു. മറ്റൊരു കാര്യം, 2 വർഷത്തിൽ കൂടുതലുള്ള കാലതാമസം പ്രത്യേകിച്ച് അപകടകരമാണെന്ന് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഈ നിർദ്ദിഷ്ട സമയപരിധി ന്യായീകരിക്കുന്നതിന് സർക്കാർ കാരണം മുന്നോട്ട് വെച്ചിട്ടുമില്ല. 1 വർഷത്തിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ്, അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരിൽ നിന്ന് ഉത്തരവ് ലഭിച്ചതിനു ശേഷം രജിസ്റ്റർ ചെയ്യാമെന്ന നിലവിലെ വ്യവസ്ഥ പുതിയ ബില്ലിലും നിൽക്കുന്നുണ്ട്. 1 വർഷത്തെ കാലതാമസത്തിനില്ലാത്ത പ്രശ്നം 2 വർഷത്തിൽ കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. രാജ്യത്ത് പല കാരണങ്ങളാലാണ് ജനന മരണ രജിസ്ട്രേഷൻ വൈകുന്നത്. ഒന്നാമത്തെ കാരണം നിരക്ഷരതയാണ്. രാജ്യത്തിൻ്റെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പലർക്കും ഇപ്പോഴും ജനനവും മരണവും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന അറിവില്ല. പലപ്പോഴും പ്രത്യേക ആവശ്യങ്ങൾക്കായി ജനന മരണ സർട്ടിഫിക്കറ്റുകൾ വേണ്ടിവരുമ്പോഴാണ് പൗരന്മാർ ഇത് തേടിച്ചെല്ലുന്നത്. ജനന മരണ രജിസ്ട്രേഷൻ വ്യാപകമാക്കുന്നതിന് സർക്കാർ കൂടുതൽ പ്രചാരണം നൽകുകയും ആശുപത്രികൾ വഴി ജനന മരണ രജിസ്ട്രേഷന്
കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം. രാജ്യത്ത് നിന്ന് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറിയവരാണ് ഇത്തരം രജിസ്ട്രേഷൻ വൈകിപ്പിക്കുന്ന മറ്റൊരു കൂട്ടർ. ഇത്തരക്കാർക്ക് അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകൾ വഴി നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സൗകര്യം കൂടുതൽ കാര്യക്ഷമവും ലളിതവുമാക്കി കൊടുക്കുക എന്നതാണ് രജിസ്ട്രേഷന് കാലതാമസം പരിഹരിക്കുന്നതിനുള്ള പോംവഴി. യഥാർത്ഥ പൗരന്മാർക്ക് അവരുടെ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് സൗകര്യമൊരുക്കുകയും വ്യാജ രജിസ്ട്രേഷനുകൾ തടയുന്നതിന് വൈകി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാരണം വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. പുതിയ ഭേദഗതി വൈകി രജിസ്റ്റർ ചെയ്യുന്ന ദുർബല പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയടക്കം വിളിച്ചു വരുത്തുന്നതാണ്.